ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ വന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, വെദർ ആൻ അൺമാരീഡ് ഡോട്ടർ ക്യാൻ ക്ലെയിം അലവൻസ് ഓഫ് മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ 125(1) ഓഫ് CrPC ഈവൻ ആഫ്റ്റർ അറ്റൈനിങ് മെജോറിറ്റി. അതായത് 18 വയസ്സ് കഴിഞ്ഞ മകൾക്ക്, വിവാഹം കഴിച്ചിട്ടില്ലാത്ത മകൾക്ക് അച്ഛനിൽ നിന്നും മെയിൻ്റനൻസ് സെക്ഷൻ 125(1) ഓഫ് CrPC പ്രകാരം വാങ്ങിയെടുക്കാൻ സാധിക്കുമോ? 125(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന ചെലവിന് കിട്ടാൻ വേണ്ടി ഫയൽ ചെയ്യുന്ന കേസാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി അതർ എനേബിളിംഗ് പ്രൊവിഷൻ ഓഫ് ലോ ഫോർ എ ഹിന്ദു അൺമാരീഡ് ഡോട്ടർ ടു ക്ലെയിം മെയിൻ്റനൻസ് ഡിഹോസ് ദ പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 125 ഓഫ് CrPC? ഹിന്ദു അൺമാരീഡ് ഡോട്ടർക്ക്, അതായത് ഹിന്ദു ആയിട്ടുള്ള വിവാഹം കഴിക്കാത്ത മകൾക്ക്, മേജറായ മകൾക്ക് മെയിൻ്റനൻസ് കിട്ടാനായിട്ട് ഈ 125 CrPC അല്ലാതെ മറ്റേതെങ്കിലും പ്രൊവിഷൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൂടെ കുടുംബ കോടതിയിൽ ചെലവിന് കിട്ടാൻ വേണ്ടി ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് മോക്ക് 17 വയസ്സായിരുന്നു. ഇപ്പം മോള് 18 വയസ്സ് കഴിഞ്ഞു ഈ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത്. ഈ ഭാര്യയും മകളും കൂടി മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് അവരുടെ ഭർത്താവിന് പ്രതിദിനം 40,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ്. അദ്ദേഹം ഒരു ഡ്രസ് മേക്കറാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 40,000 രൂപ അദ്ദേഹത്തിന് വരുമാനമുണ്ട്. അതുകൊണ്ട് അവർക്ക് 50,000 രൂപയും മോക്ക് 25,000 രൂപയും വെച്ച് കൊടുക്കണം അച്ഛൻ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, മോളുടെ അച്ഛൻ അവരുടെ ഭർത്താവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തത്. ഇതിൽ ഈ ഭർത്താവ് അവിടെ ഒബ്ജക്ഷൻ കൊടുത്തിരുന്നു കുടുംബ കോടതിയിൽ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ദിവസം 500 രൂപയെ വരുമാനമുള്ളൂ. അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ മാനേജർ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ എവിഡൻസ് ഒക്കെ എടുത്തായിരുന്നു. ഇവർ രണ്ടുപേരും വിസ്തരിച്ചായിരുന്നു, ഡോക്യുമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കോടതി ഒരു ഫൈൻഡിങ്ങിലെത്തി ഭാര്യയ്ക്ക് 10,000 രൂപയും മോക്ക് 8,000 രൂപയും മാസം കൊടുക്കാനായിട്ട് ഓർഡറായി. അതായത് ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത ദിവസം മുതൽ. ഇതിൽ അഗ്രീവ്ഡ് ആയിട്ടാണ് ഈ പറയുന്ന ഭർത്താവ് റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അദ്ദേഹത്തിന് 500 രൂപയെ വരുമാനമുള്ളൂ. കോടതി ഇതൊന്നും പരിഗണിക്കാതെയാണ് അവർക്ക് ചെലവ് കൊടുത്തത്, അനുവദിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ മോക്ക് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു. ഇനി മോക്ക് ഈ 125 പ്രകാരം ചെലവ് കൊടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിവാക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടൻഷൻ. ഇപ്പൊ ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വെദർ എ ഡോട്ടർ ഹു ആൾദോ ഹാഡ് അറ്റൈൻഡ് മെജോറിറ്റി ആൻഡ് ഈസ് സ്റ്റിൽ അൺമാരീഡ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം മെയിൻ്റനൻസ് ഫ്രം ഹർ ഫാദർ ഇൻ പ്രൊസീഡിംഗ്സ് അണ്ടർ 125 CrPC ആൾദോ ഷീ ഈസ് നോട്ട് സഫറിംഗ് ഫ്രം എനി ഫിസിക്കൽ ഓർ മെന്റൽ അബ്നോർമാലിറ്റി ഓർ ഇഞ്ചുറി. വാട്ട് ആർ ദ റൈറ്റ്സ് of an unmarried daughter under section 20 of Hindu Adoptions and Maintenance Act 1956? ഇപ്പോൾ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ അറിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ 125 പ്രകാരം വിവാഹം കഴിക്കാതെ നിൽക്കുന്ന മേജർ ആയിട്ടുള്ള മോക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള ഇഞ്ചുറിയോ അബ്നോർമാലിറ്റിയോ ഉണ്ടോ, അവൾ മന്ദബുദ്ധിയോ അവൾക്ക് ശാരീരിക വൈകല്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ അത് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്തത്, ഈ ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരം സെക്ഷൻ 20 പ്രകാരം ഈ അൺമാരീഡ് ഡോട്ടർക്ക് ഫാദറിൽ നിന്നും അച്ഛനിൽ നിന്നും മെയിൻ്റനൻസ് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് ഇവിടെ അവർ ഇൻവോക്ക് ചെയ്തിട്ടുണ്ടോ, അതുപോലെ അത് പ്രകാരം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഈ കോടതി അത് പരിഗണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ കോടതി പരിഗണിച്ച ഒരു കേസ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ഒരു ഡിസിഷനാണ് അഭിലാഷ വേഴ്സസ് പ്രകാശ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന കേസാണ്. ഇവിടെ കോടതി വിലയിരുത്തി എന്തെന്ന് വെച്ചാൽ സെക്ഷൻ 20 അത് ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പ്രകാരമാണ്. അവിടെ ഒരു അൺമാരീഡ് ഡോട്ടർക്ക് അവർക്ക് സ്വന്തമായിട്ട് മെയിൻ്റനൻസ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എങ്കിൽ അവരുടെ അച്ഛനിൽ നിന്നും അവർക്ക് മെയിൻ്റനൻസ് വാങ്ങിയെടുക്കാൻ സാധിക്കും. അത് പേഴ്സണൽ നിയമപ്രകാരം കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റ് ആണ്. അവിടെ പ്ലീഡിങ്സ് കൃത്യമായിട്ടും വേണം. അവർക്ക് അണേബിൾ ടു മെയിൻറ്റെയിൻ ഹെർസെൽഫ് എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമായും പറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അച്ഛനിൽ നിന്നും വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കൂ. അത് തെളിയിക്കുകയും വേണം. പക്ഷേ 125 CrPC എന്ന് പറയുന്ന എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇതൊരു സമ്മറി പ്രൊസീഡിങ്സ് ആണ്. അത് ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഭർത്താവിന് വേണ്ടിയിട്ട് ആർഗ്യുമെന്റ്സ് വന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഈ 125 പ്രകാരം ഇതൊരു സമ്മറി പ്രൊസീഡിങ്സ് ആണ്. ഇതിനകത്ത് ഈ കാര്യം പരിഗണിക്കാൻ പറ്റത്തില്ല. മേജർ ആയിട്ടുള്ള ഒരു ഡോട്ടർക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് അച്ഛൻ കൊടുക്കണം എന്നുള്ള കാര്യം പരിഗണിക്കാൻ പറ്റത്തില്ല. അതിൽ മെജോറിറ്റി വരെ കൊടുത്താൽ മതി. പക്ഷെ അവർക്ക് മറ്റു ഓപ്ഷൻസ് ഒക്കെ ഈ പറഞ്ഞ രീതിയിലുണ്ട്. അവരെ പേഴ്സണൽ ലാ കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം അവർ മൂവ് ചെയ്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് പരിഗണിക്കാമായിരുന്നു. കാരണം ഒരു സിവിൽ കോടതിയാണ് ഇത് പരിഗണിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാനുണ്ട്. എന്നിട്ടേ അത് കോടതിക്ക് അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും എവിഡൻസ് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യത്തിന് ഇതുപോലുള്ള ഒരു സമ്മറി പ്രൊസീഡിങ്സിന് അകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അവർ കോടതിയിൽ ആർഗ്യൂ ചെയ്തത്. അതുപോലെ 125-നകത്ത്
limits the claim of maintenance of a child until he or she attains majority. ആ മെജോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 18 ഇയേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. 125(1)(c) പറയുന്ന എന്തെന്ന് വെച്ചാൽ ആൻ അൺമാരീഡ് ഡോട്ടർ ഇവൻ ദോ ഷീ ഹാസ് അറ്റൈൻഡ് മെജോറിറ്റി ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ മെയിൻ്റനൻസ്. 125നകത്തും പറയുന്നുണ്ട് മേജറായ മോക്ക് മെയിൻ്റനൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. എപ്പോഴെന്ന് വെച്ചാൽ വേർ സച്ച് അൺമാരീഡ് ഡോട്ടർ ഈസ് ബൈ റീസൺ ഓഫ് എനി ഫിസിക്കൽ ഓർ മെൻ്റൽ അബ്നോർമാലിറ്റി ഓർ ഇഞ്ചുറി. അവർക്ക് ഫിസിക്കലായിട്ടുള്ള ശാരീരിക വൈകല്യം ഉണ്ടെങ്കിൽ, മെൻ്റൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, മാനസിക അസുഖങ്ങളുണ്ടെങ്കിൽ, അതായത് വട്ട്, ഭ്രാന്ത്, മന്ദബുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, അവർക്ക് സ്വയം ജീവിക്കാനോ വരുമാനമോ ഒന്നും കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അവർ അത്രയും വലിയ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഈസ് അണേബിൾ ടു മെയിൻറ്റെയിൻ ഹസ് ഇറ്റ് സെൽഫ്. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല, അതിനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത് മാനസികമായിട്ടുള്ള ശേഷിയോ ഒന്നും അവർക്കില്ല, അല്ലെങ്കിൽ ശാരീരിക ശേഷിയില്ല, തളർന്ന് കിടപ്പാണ്, അല്ലെങ്കിൽ ബുദ്ധിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വരുമാനമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അച്ഛനിൽ നിന്നും പൈസ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? 125 contemplates that claim of maintenance by a daughter who has attained majority is admissible only when by reason of any physical or mental abnormality or injury she is unable to maintain herself. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അവർക്ക് ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ, അതുപോലെ അത് ആ കാരണം കൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അച്ഛനിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ കേസിനകത്ത് അങ്ങനെ ഒരു കണ്ടൻഷൻ അവർക്കില്ല. അവർ രണ്ടുപേരും ഫിറ്റ് ആൻഡ് ഫൈൻ ആണ്. മോള് ഫിറ്റ് ആൻഡ് ഫൈൻ ആണ്, മോക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുടുംബ കോടതി അദ്ദേഹത്തിന് ഇത്രയും പൈസ വിധിച്ചതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 500 രൂപ വരുമാനമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിസ്തരിച്ച സമയത്ത് അദ്ദേഹം ഒരു ഡ്രസ് മേക്കർ ആണെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ 52 എംപ്ലോയീസോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഒരു ഫേം ആണെന്നും കോടതി മനസ്സിലാക്കി എവിഡൻസിൽ നിന്നും. അപ്പോൾ തന്നെ കോടതിക്ക് അറിയാം ഇദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് വരുമാനം കിട്ടുമെന്ന്. അതുകൊണ്ടാണ് കോടതി ഈ പറയുന്ന 10,000 8,000 വിധിച്ചത്. പക്ഷേ ഇവിടെ വന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് 18 വയസ്സ് വരെ കൊടുത്താൽ മതി എന്നുള്ളതാണ് കണ്ടൻഷൻ. അത് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു റൈസ് ചെയ്ത ക്വസ്റ്റ്യൻ. അതിന് കോടതി വ്യക്തമായിട്ടും ഈ നിയമങ്ങൾ പ്രകാരം വ്യക്തമായി മനസ്സിലാക്കി ഈ പറയുന്ന 125 പ്രകാരം കൊടുക്കേണ്ട സാഹചര്യം ആ കുട്ടിക്ക് ഇപ്പോൾ ഇല്ല എന്നും ഒക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ഓർഡർ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഓർഡർ കോടതി മോഡിഫൈ ചെയ്തു. ഭാര്യയ്ക്ക് ആ 10,000 രൂപ തന്നെ കൊടുക്കണം. നേരത്തെ ഫാമിലി കോടതി പറഞ്ഞ 10 രൂപ തന്നെ കൊടുക്കണം. മോക്ക് 8,000 രൂപ തന്നെ കൊടുക്കണം. പക്ഷേ അവൾ 18 വയസ്സ് എന്നാവുന്നോ അന്ന് വരെ കൊടുത്താൽ മതി. അതായത് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് അവൾക്ക് 17 വയസ്സായിരുന്നു. അപ്പം ആ ഫയൽ ചെയ്ത ഡേറ്റ് മുതൽ അവൾക്ക് എന്ന് 18 അന്ന് വരെയുള്ള മെയിൻ്റനൻസ് അച്ഛൻ കൊടുക്കണം. ഈ പറയുന്ന 8,000 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ റിവിഷൻ പെറ്റീഷൻ അലോ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ ഫയൽ ചെയ്താക്കുള്ള ഒരു റിലീഫ് എന്തെന്ന് വെച്ചാൽ മോക്ക് കൊടുക്കേണ്ട ആ ഒരു പൈസ ഇനി കൊടുക്കേണ്ട ഫർദറായിട്ട് കൊടുക്കേണ്ട പൈസയിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിവായി കിട്ടി. അതൊരു വലിയ എമൗണ്ട് തന്നെയാണ്. അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെടുക തന്നെയാണ് ചെയ്തത്. പക്ഷെ മോക്ക് പിന്നെ ഓപ്ഷൻ ഉണ്ട്, മറ്റു രീതിയിൽ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മോക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടത് നിങ്ങൾക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരാനാണ്. ഞാൻ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ഫാമിലി ലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കിട്ടും. അതുപോലെ ഓരോ ഇതിനും ഹെഡ്സ് ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കി അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ മറ്റുള്ളവർക്ക് ഈ ചാനൽ അയച്ചു കൊടുക്കണം. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതിൽ വിളിക്കണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.